അതെ, ഇസ്കോൺ ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങൾ കാണാമെന്ന്. ബാംഗ്ലൂരിലെ കാച്ചരഹള്ളി ഇസ്കോൺ ടെമ്പിളായത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം ക്ലോസിംഗ് ടൈം ആയിരുന്നു. രാധയും കൃഷ്ണനുമാ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകൾ. ഇത് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിന്റെ ഭാഗമാണ്. നിറയെ മനോഹരമായ ചിത്രങ്ങളുണ്ട് ഇവിടെ. ഓരോന്നും ഓരോരോ കഥകൾ പറയും. നരസിംഹാവതാരം, കാളിമർദ്ദനം, ഗോക്കളെ മേയ്ക്കുന്ന കണ്ണൻ, ശ്രീകൃഷ്ണലീല, അങ്ങനെ പോകുന്നു അതിന്റെ ലിസ്റ്റ്. മഹാവിഷ്ണു ശയനമായത് എന്ത് ഭംഗിയല്ലേ! ഇത് എൻട്രൻസിന്റെ തന്നെ ലെഫ്റ്റ് സൈഡിലെ മണ്ഡപമാണ്. നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അകത്തും പുറത്തുമായി നിറയെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. പക്ഷെ ഒന്നും ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല കേട്ടോ. എല്ലാം ഇതുപോലെ ഹാങ്ങിങ് ടൈപ്പാ. മനോഹരങ്ങളായി തീർത്ത നിറയെ ആർട്ട് വർക്കുകളും ശില്പങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ദേ, ഇത് അതിലൊന്നാണ്. ആ, ഒന്ന് വിട്ടുപോയി പറയാന്, ഗോശാല, അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഗോശാലയിലേക്കുള്ള വഴിയാണിത്. കൃഷ്ണനും അവതാരങ്ങളും ഗോക്കളും ഒക്കെ ചേർന്ന ഒരു കൃഷ്ണമയൻ തന്നെയാണ് ഇവിടെ. ഗോക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു പ്രത്യേക വഴിപാടാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അകത്തും പുറത്തുമൊക്കെ ആയിട്ട് നിറയെ പ്ലാന്റ്സ് ഉണ്ടെന്ന് ഇവിടെ. ഇത് നോക്കിയേ. സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാ. ജന്മാഷ്ടമി, രാധാഷ്ടമി, ഗൗരപൂർണിമ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ. ക്ഷേത്രത്തിൽ ഫുൾ ടൈം സൈലന്റ് ആയിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ മന്ത്രം മാത്രമായിരിക്കും എല്ലായിടത്തും. ഞാനും രണ്ടമ്മമാരും ചേച്ചിയും കൂടി എവിടേക്ക് വന്നത്. പച്ചപ്പും ഹരിതാഭയും എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെയും. ക്ഷേത്രത്തിനുള്ളിലേക്ക് വന്നാൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ തോന്നില്ല. ഒരു പ്രത്യേക വൈബായിരിക്കും എല്ലായിടവും. കൃഷ്ണനും രാധയും ഒരുമിച്ചുള്ള പ്രതിഷ്ഠ അത് മുകളിലത്തെ നിലയിലാണ്.
നിത്യപൂജകൾ, ഭജനങ്ങൾ, കീർത്തനങ്ങൾ അതൊക്കെ ഇവിടെ പതിവാണ്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും കാണാനോ കേൾക്കാനോ പറ്റിയില്ല കേട്ടോ. ഇത് നോക്കിയേ, വിഗ്രഹങ്ങൾ എത്ര മനോഹരമായ റെഡി ചെയ്തേക്കുന്നതെന്ന്. ആ കോസ്റ്റ്യൂംസ് നോക്കിയേ, ഞാൻ വേറെ അങ്ങ് കണ്ടിട്ടില്ല കേട്ടോ ഇതുപോലെ. അപ്പോൾ ശരി, മറ്റൊരു വിശേഷവുമായി മറ്റൊരിക്കൽ കാണാം.